മുഖ്യമന്ത്രി എപ്പോഴും പറയും ഉപ്പ് നിന്നാൽ വെള്ളം പിടിക്കുമെന്ന്. ഇത് വെള്ളവും പിടിച്ചില്ല, ഉപ്പ് നിന്ന് ആരും പിടിക്കില്ല. ഒരു മേയറാവാനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ല. ഒരു റബ്ബർ സ്റ്റാമ്പ് തന്നെയാണ് അവർ. ഇന്ത്യൻ്റെ ലിറ്റ് നിഖിൽ ഇന്നവറ്റർ. ദാറ്റ് മീൻസ് നത്തിങ് ന്യൂ ഷുഡ് ബി. മേയറുടെ നിർണായക വിധി എടുത്തു കഴിയുമ്പോൾ മേയറാണോ ഡ്രൈവറാണോ അകത്തു പോകാൻ സാധ്യതയുള്ളത്? പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നറിയാം. നിർണായകമായിട്ടുള്ള മൊഴി ഇന്ന് രേഖപ്പെടുത്തുകയാണ്. ഇപ്പൊ മേയറിന്റെ മൊഴി എടുത്തതിന് ശേഷം ഏതോ അറസ്റ്റിലാകുമോ അതോ മേയർ തന്നെ അറസ്റ്റിലേക്ക് പോകുമോ? എന്താണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ? എനിക്ക് ആദ്യം തന്നെ നിങ്ങളത് ചോദിക്കണം, ഇതുവരെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മേയർ സത്യം പറഞ്ഞിട്ടുണ്ടോ? ഈ കണ്ട കാര്യങ്ങൾ അത്രയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന കള്ളത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ ഇവിടുത്തെ സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ടോ? നടന്നില്ല. അപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് കോടതിയാണ്. അവിടെ സത്യം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? നാട്ടുകാർക്കും ഒന്നും പറയാനൊന്നും ഉണ്ടാവില്ല. കാര്യം ഒരു പാവപ്പെട്ട ജീവനക്കാരനെ ഇത്രയും മൃഗീയമായി കോടതി കയറ്റി ഇറക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് മാസം കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്ന് ഈ മേയർ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലും അന്വേഷിക്കാതെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ജനങ്ങളെ പോലും ഒരു ശകലം പോലും തട്ടല്ലേ എന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നതാണ്. അവർക്ക് ഭാര്യ ഉണ്ടാവാം, മക്കളുണ്ടാവാം, അമ്മയുണ്ടാവാം, അച്ഛനുണ്ടാവാം. അപ്പോൾ എന്തെല്ലാം കാര്യം പുള്ളിക്കാരെ ശ്രദ്ധിക്കണം. റോഡ് ശ്രദ്ധിക്കണം, ജനങ്ങളെ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ വയറ്റിപ്പിഴപ്പ് ശ്രദ്ധിക്കണം, വീട്ടിലുള്ള മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം. ഇതെല്ലാം നോക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാൻ ആ വ്യക്തിയെ പുകഴ്ത്തി പറയാനല്ല, എൻ്റെ ആരുമല്ല. എനിക്ക് ആ വ്യക്തിയോട് വളരെയേറെ സഹതാപമുണ്ട്. പക്ഷേ മേയറിൻ്റെ ഈ അഹങ്കാരം അത് തീർക്കാൻ നിങ്ങളെപ്പോലുള്ള ചാനലുകാരെ രംഗത്ത് വരണം, അത് തീർക്കണം. ഇനി ഇത്ര പറയാനുള്ളത്. അപ്പൊ അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അധികാരം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അധികാരമില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏകദേശം 3 വർഷം കഴിഞ്ഞു മേയർ അധികാരത്തിൽ വന്നിട്ട്. ആ നാള് തൊട്ട് തട്ടിപ്പ് കേസ് തൊട്ട് ആറ്റുകാൽ പൊങ്കാല തൊട്ട് നിങ്ങളിങ്ങോട്ട് നോക്കണം. ഏതെങ്കിലും ഒരു കാര്യം തെളിഞ്ഞിട്ടുണ്ടോ? തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്, മേയറിനെതിരായ ശക്തമായ ജനങ്ങളിലൊരു വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗം തന്നെയാണ് ഞാനുമാകുന്നത്. പാവപ്പെട്ട അദ്ദേഹത്തിന് നീതി ലഭിക്കണം, കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് നീതി ലഭിക്കുമെന്ന് എന്നെ പോലുള്ള ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നു. അല്ലേട്ടാ, അപ്പൊ ഇങ്ങനൊരു വ്യക്തി മേയറായിട്ട് ഇരിക്കുന്നതിൽ ജനങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കണ്ടേ? അത് പാർട്ടി സ്വാധീനം വെച്ച് തന്നെ വീണ്ടും അവർ അധികാരത്തിൽ ഏറി ഇരിക്കുകയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും പാർട്ടി സ്വാധീനമില്ലെങ്കിൽ ഇവരെ എത്ര പ്രാവശ്യം ഇവരെ പാർട്ടിയിൽ നിന്നും ഇവരെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണം. നിങ്ങളെ ഈ പിൻവാതിൽ നിയമം, അത് കഴിഞ്ഞ് ആറ്റുകാൽ പൊങ്കാല, ഇല്ലാത്ത നമ്മുടെ ഈ വാഹനങ്ങളുടെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പ്, അന്ന് തൊട്ട് ഇന്ന് വരെ മേയർ ചെയ്തിട്ടുള്ള യഥാർത്ഥ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മേയർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കോർപ്പറേഷനിൽ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ പറയണം. ആ നല്ല കാര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് അവർ നല്ലവരാണെന്ന്. എനിക്ക് പറയാനുള്ള പണസ്വാധീനവും അവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരുടെയും അവരുടെ പാർട്ടി സംവിധാനത്തിൽ പോകുന്ന ഒരു മേയറാണ്. തികച്ചും ഒരു മേയറാവാനുള്ള പ്രാപ്തിയൊന്നും അവർക്കില്ല. ഒരു റബ്ബർ സ്റ്റാമ്പ് തന്നെയാണ് അവർ. അപ്പൊ ഈ ഒരു കേസിൽ അവരുടെ അധികാരം വെച്ച് യദുവിനെ കൊടുക്കുമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകാർക്ക് നല്ലപോലെ അറിയാലോ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആരാ ഭരിക്കണേ? പിണറായി സർക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബസ്സിലെ കാർഡ് കണ്ടില്ല എന്ന് പറഞ്ഞു, മെമ്മറി കാർഡ് കണ്ടില്ല എന്ന് പറഞ്ഞു. സിസ്റ്റം വർക്കിംഗ് അല്ല എന്ന് പറയാണ് ഇപ്പോഴുള്ള പുതിയ. അപ്പൊ ഈ മേയറിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലുമാണ് ഇന്ന് നടന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അപ്പൊ ഈ സിസ്റ്റം വർക്ക് ചെയ്യുമായിരുന്നു? മേയറല്ല ഇത് ചെയ്തത്. പാവപ്പെട്ട ഒരു തൊഴിലാളി, അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് പോകുന്ന ഒരു ഹോസ്പിറ്റലുകാരൻ, അല്ലെങ്കിൽ വേറൊരു ഓട്ടോറിക്ഷക്കാരനോ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ട് ഈ ബസ്സിനെ കുറുകെ നിർത്തിയിരുന്നെങ്കിൽ ഇവർ ഏത് രീതിയിൽ ഈ കേസിനെ കൊണ്ടുപോകും? അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് നീതി ലഭിക്കും? അത്രയും കൂടി ചിന്തിക്കണം നമ്മൾ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡ്രൈവർക്ക് നീതി ലഭിക്കട്ടെ, അദ്ദേഹം തിരിച്ച് ജോലിയിൽ കയറട്ടെ. പിടിച്ചിട്ട് നിങ്ങൾ ഉടനെ പറയും ട്രിപ്പിന്റെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ കൊണ്ട് ജയിലിലിടും, അങ്ങനെയൊക്കെ പറയുമല്ലോ. ഈ ഇത്രയും നാളായിട്ട് ഒരു തീരുമാനമായില്ലല്ലോ.
ഇന്ന് എടുക്കുമെന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. മൊഴി രേഖപ്പെടുത്തും 3 മണിയോടെ 3 മണിക്കോ? അപ്പോൾ 3 മണിക്ക് അതിൻ്റെ റിസൾട്ട് ഇന്നത്തെ ന്യൂസ് അറിയാൻ പറ്റുമോ? നാളെ അറിയാൻ പറ്റുമോ? റിസൾട്ട് അത് അവരുടെ അധികാരം വെച്ചിട്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അധികാരമുള്ളവനൊരു ന്യായം, അധികാരം ഇല്ലാത്തവനൊരു ന്യായം അല്ലേ? രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. മുഖ്യമന്ത്രി എപ്പോഴും പറയും ഉപ്പ് നിന്നാൽ വെള്ളം കുടിക്കുമെന്ന്. ഇത് വെള്ളവും കുടിച്ചില്ല, ഉപ്പും നിന്ന് ആരും കുടിച്ചില്ല. ആ പാവപ്പെട്ടവൻ ഇപ്പോൾ റോഡ് മൊത്തം വെട്ടി പൊളിച്ചിട്ടിരിക്കുകയാണ്. അതൊന്ന് വരാൻ കുറഞ്ഞൊരു 6-7 മണിക്കൂർ എടുക്കും. ഞാൻ ഇന്നലെ ആലപ്പുഴ പോയിട്ട് ഇവിടെ വന്നപ്പോൾ 6 മണിക്കൂറായി. കാറിൽ പോയിട്ട് വന്നപ്പോൾ 6 മണിക്കൂർ എടുത്തു. അപ്പോൾ ഒരു പാവപ്പെട്ട തൊഴിലാളി ഒരു 750 രൂപയാണ് അവൻ്റെ ഒരു ദിവസത്തെ ശമ്പളം. എന്നിട്ട് അവനെ കൊണ്ടുപോയി മൊഴിയൊക്കെ എടുത്തല്ല. നേരത്തെ എടുത്തിരുന്നു ഏതുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. നമ്മൾ എന്ന് പറയാം സാധാരണക്കാരനൊരു നമ്മൾ ജനങ്ങളെ വെറുമായാലും ഓവർ കഴുതകളാക്കിയാണ് ഈ കേൾക്കുന്ന. നമ്മൾ എന്തോ പറയണമെന്ന് പറയുന്നത് കരുതി 1 മാസമായിട്ട് ഒരു തീരുമാനമായിട്ടില്ലല്ലോ. ആയിട്ടുള്ളൂ. അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് അവർ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയാണല്ലോ നടപ്പിലാക്കുന്നത്. അധികാരമുള്ളവരെന്തും ചെയ്യാം, അത്രേ ഉള്ളൂ. അതാണ് പറയുന്നത്. ഞാനിപ്പോൾ രാഷ്ട്രീയം പറയുന്നതല്ല, ചുവപ്പ് കൊടിയുടെ ബലം വെച്ചാണല്ലേ ഇതെല്ലാം മൊത്തം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ വേറെ ഒരുത്തന്നാണെങ്കിൽ ഇതിൻ്റെ ശിക്ഷ കൊടുത്താൽ ഇങ്ങനെയല്ല. ട്രിപ്പിൻ്റെ പൈസ കൊടുക്കണം, ജനങ്ങളെ ഇറക്കി വിട്ടത് അത് തെറ്റാണെന്ന് പറയും. ഇത്തരം നല്ല മേയറും നോക്കാൻ വേണ്ടി ആ വണ്ടി കൊണ്ടൊന്നും ആ ട്രിപ്പ് ഇറക്കി വിട്ടിട്ട് അവനെ പിടിച്ചോണ്ട് പോകണമായിരുന്നല്ല. അതും ചെയ്തില്ലല്ലേ. സഡൻ ആക്ഷനിലല്ലേ ചെയ്തത്. എല്ലാം നിങ്ങൾ എല്ലാ ടി വിയിലും ഇതെല്ലാം കൂടെ ഒന്ന് കണ്ട്. എന്നിട്ട് ഇതുവരെ ഒരു തീരുമാനമായില്ല. ഇനി എന്നാവുമെന്ന് നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കാത്തുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചപ്പോൾ എനിക്ക് അത്ര ദേഷ്യം ഉണ്ടായത്. ഞാൻ ഇവിടെ നടക്കുമ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു. അന്നും അവിടെ വെച്ചും കണ്ടു. അപ്പോൾ എന്നിട്ടും ഇതുവരെയും ഒരു തീരുമാനമായില്ല. അതുകൊണ്ട് പറഞ്ഞതാ, സാധാരണക്കാരന് ഒരു നിയമം ഇത് തെറ്റ് 101% തെറ്റ് മേയറുടെ ഭർത്താവിൻ്റെ MLA-യുടെയും തെറ്റാണെന്നുള്ളത് ജനങ്ങൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയുള്ള തീരുമാനമാണ് നമുക്കറിയേണ്ടത്. ആരകത്ത് പോകുമെന്നുള്ളത് തീരുമാനമാണ്. മേയർക്കെതിരെ നടപടി എടുക്കുമോ ഇല്ലയോ എന്നാണ് ഇനി പൊതുജനങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇന്ന് മേയറുടെ നിർണായകമായിട്ടുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. ഒരു പൊതുജനം എന്ന നിലയിൽ ഈ ഒരു മൊഴി പുറത്തു വരുമ്പോൾ മേയറാകോ ഏതുമാകുമോ അറസ്റ്റിലേക്ക് നീങ്ങുക? ഞാനൊരു കാര്യം പറയട്ടെ, രഹസ്യമൊഴി എന്തിനാണ് വെളിയിൽ വരുന്നത്? വെളിയിൽ വരാൻ പാടില്ല. അതന്നെ. പിന്നെ ഇത് ഏതൊക്കെയാണോ വകുപ്പുകളാണ് കുത്തിക്കുരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മേയറാണോ പിന്നെ ഡ്രൈവറാണോ തെറ്റുകാരെന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ ചേർന്ന ആ ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ ആരുടെ ഭാഗത്താണ്? ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ യദുവിന്റെ ഭാഗത്താണോ അതോ മേയറുടെ ഭാഗത്താണോ? അത് തെറ്റ് വിളിക്കാൻ ഞാൻ ആളല്ല. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റുണ്ട്, ക്യാമറകളുണ്ട്, അവരൊക്കെ തീരുമാനിക്കട്ടെ. അപ്പൊ ആ മേയർ ചെയ്ത പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മേയർ എന്നുള്ള നിലയ്ക്ക് മേയർ ഒത്തിരി പക്വത കാണിക്കേണ്ടതാണ്. പിന്നെ ആ ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കാണിച്ചത് ഞാൻ ന്യായീകരിക്കുന്നില്ല. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ന്യായീകരണം ഉണ്ടല്ലോ. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസിന്റെ വഴിക്ക് ഗ്യാസ് പോണ്ട്. അതിൽ നിന്നും ഇപ്പോൾ അതിന്റെ മെമ്മറി കാർഡ് നഷ്ടമായത് ഉൾപ്പെടെ പല രീതിയിലും മേയർക്കെതിരെയാണ് ഇപ്പോൾ ഒരുപാട് ജനങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അതൊക്കെ അങ്ങ് പോവും. അതെ, അണ്ണ ഒരു കൂലിവേലക്കാരനാണ്. രാവിലെ എഴുതുമ്പോഴേ എവിടെയെങ്കിലും 10 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നടക്കും. ഇവര് രാഷ്ട്രീയ പാർട്ടികളാണ്. ഇവര് എവിടെ പോകണം, എന്തിനു ചെയ്യണമെന്ന് നമുക്കൊന്നും അറിഞ്ഞില്ല. ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള പ്രതിനിധികളല്ലേ അവര്? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരല്ലേ? അത് അവര് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ചോദിക്കാനും പറയാൻ ആളുണ്ടല്ലോ. KSRTC ബസ് തടഞ്ഞു വെച്ച സംഭവം അറിഞ്ഞില്ല, മേയറും ഡ്രൈവർ ഏതും ആയിട്ടുള്ളൊരു ഇഷ്യൂ. അപ്പൊ ഇന്ന് മേയറിന്റെ നിർണായകമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ്. ഇപ്പൊ മൊഴി പുറത്തു വരുമ്പോഴത്തേക്കും ആരായിരിക്കും അകത്താകാൻ കൂടുതൽ സാധ്യത? ഒരു പൊതുജനം എന്ന നിലയിൽ എന്താണ് ചേട്ടൻ അതിനെ കുറിച്ച് പറയാനുള്ളത്? അതെ, ഇപ്പോ
Pendente litte nihil innovator. That means nothing new should while a case is pending with the jurisdiction. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിൻ്റെ അന്വേഷണത്തിലിരിക്കുമ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് ഒരു തരത്തിലുള്ളതായ ആക്ഷൻ എടുക്കില്ല എന്ന് പറയാം. പക്ഷെ അത് കവച്ചു വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പോലീസുകാരുടെ മൊഴി എടുത്തു കഴിഞ്ഞാൽ ആ മൊഴി എടുക്കുമ്പോൾ നടക്കുന്നതായ കാര്യമാണ് പറയുന്നത്. മൊഴി കംപ്ലീറ്റ് വായിച്ച് കേട്ടതിന് ശേഷം ഓരോ പേപ്പറിൽ നമ്മൾ ഒപ്പിടണം. എൻ്റെ അനുഭവത്തിൽ ഇതിൻ്റെ ഇടയിൽ ലൂസ് പേപ്പർ വയ്ക്കും, ഒന്നും എഴുതാത്ത പേപ്പർ വയ്ക്കും. ഇവർ ഇങ്ങനെ പൊക്കി കൊടുക്കും ഒരാളെ വന്ന് കറക്റ്റായിട്ട് ഒപ്പിടുമ്പോൾ ഈ ലൂസ് ഷീറ്റില്ലേ, ആ ലൂസ് ഷീറ്റിനകത്ത് ഈ കേസിനെ സംബന്ധിച്ച് എനിക്ക് പരാതിയൊന്നുമില്ലെന്ന് അവരിഷ്ടമുള്ളത് എഴുതി ചേർക്കും. 0 ആയും കേസ്. എത്രയോ കേസുകൾ അങ്ങനെ പോയിട്ടുണ്ട് എനിക്കറിയാം. പിന്നെ 8 കേസുകൾ നമ്മളിവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ മേശപ്പെടുന്ന അറസ്റ്റ് വാറൻ്റാണ്. അവരെ അറസ്റ്റ് വാറൻ്റ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ തട്ടിക്കളയും. 8ഓളം കേസുകൾ ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള ഒരു സിറ്റി പോലീസ് മേശക്കകത്ത് വെച്ചിരിക്കുകയാണ്. എടുക്കാൻ ഒക്കില്ല, കാരണം അവരൊക്കെ ഉന്നതരാണ്. ഇതിനകത്ത് വേറൊരു കാര്യമേ ഉള്ളൂ, ജെനുവിനിറ്റി അല്ലേ ചോദിച്ചത്. സത്യസന്ധമായിട്ടാണ് പോലീസും അതേപോലെ കോടതിയും നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടും, യാതൊരു സംശയവും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൗരനും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഇത് പൗരമല്ല, ഇവിടുത്തെ ഒന്നാം പൗരയാണ്. ജനങ്ങൾ സെലക്ട് ചെയ്ത ആളാണ്. ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. കാരണം അവർ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ പൊറോസയിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് ഐ ആം ഡ്രൈവിംഗ് വയലൻ്റ്ലി പ്ലീസ് കോൾ. അത് എന്തുകൊണ്ട് ഇവർ ഒബേ ചെയ്തില്ല? ഇവർ ഫോളോ ചെയ്ത് വരുമ്പോൾ ഈ നമ്പർ ഉണ്ടല്ലോ, ഇതിന് ആർക്ക് വേണ്ടിയാണ്? ഫോർ ആർക്ക് വേണ്ടിയാണ് ഇത് അവർക്കും കൂടെ വേണ്ടിയാണ്, പബ്ലിക്കിനെ വിളിച്ചു പറയാൻ വേണ്ടിയാണ്. അത് അവരെന്തുകൊണ്ട് റിസോർട്ട് ചെയ്തില്ല? അത് മാത്രമല്ല, ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്നതായ ഒരാൾ മറ്റൊരാളുടെ സൗഖ്യമാണ് നോക്കേണ്ടത്. കാരണം എല്ലാവരും സെലക്ട് ചെയ്ത് കൊടുത്തതാണ്, അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ആ കാറിനകത്തിരുന്നവരെല്ലാം തന്നെ വയലൻസിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് എനിക്കിതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. ഇഫ് എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഇനി എന്താകുമെന്ന് കോടതി തീരുമാനിക്കും, കാത്തിരുന്ന് കാണാം.